പ്രസിദ്ധമായ ഉത്രാളേക്കാവ് ക്ഷേത്രത്തിൻ്റെ പിറകിലുള്ള അഞ്ചാം ചാലിന് സമീപമാണ് എൻ മീഡിയ നിൽക്കുന്നത്. ഇതിന് പിറകിലുള്ള ഗ്രാമം എന്ന് പറയുന്നത് അകമലയും തുഴിയോടും ചേപ്പലക്കോടുമാണ്. 100 വർഷത്തിലേറെ കാലമായി ഈ ഭാഗത്ത് അനവധി കുടുംബങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായ കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം നയിക്കുന്നവർ ജീവിച്ചു പോരുന്നു. ഇവിടെ ഈ റെയിൽവേയോട് അനുബന്ധമായി ഒരു ചവിട്ടുപടി ഉണ്ടായിരുന്നു. ഇത് ഹൈറ്റ് വന്നപ്പോൾ, ഈ റെയിൽവേക്ക് ഹൈറ്റ് കൂട്ടിയപ്പോൾ ആ ചവിട്ടുപടി ഇല്ലാതായിപ്പോയി. പക്ഷെ അന്ന് ഇതിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന എഞ്ചിനീയർ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളോട്, ഇങ്ങോട്ട് താഴേക്ക് ഒരു ചവിട്ടുപടി തരാം എന്നാണ്. പക്ഷേ ഇപ്പോൾ ചവിട്ടുപടിയുമില്ല. ആ ഭാഗത്തു നിന്നുള്ള വയസ്സായ ഭക്തജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇതിற்கு ഉപരിയായി കാലങ്ങൾ പുരോഗമിക്കുന്നു. അതിനുമപ്പുറത്തായി നമുക്ക് നമ്മുടെ പുതിയ കാലത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ബൈപ്പാസിനുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നമ്മുടെ MLA നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരനായ ഭക്തജനങ്ങൾക്ക് വേണ്ടത് ഇതിലൂടെ ഒരു അണ്ടർ പാസേജാണ്. ഒരു അണ്ടർ പാസേജ് റെയിൽവേ അധികൃതർ ശ്രമിച്ചാൽ നമുക്ക് ചെയ്തു തരാവുന്നതേയുള്ളൂ. ഇവിടെ വെടിക്കെട്ട് ഇപ്പോൾ ക്ഷേത്രത്തിനോട് അനുബന്ധമായ പാടത്താണ് വെടിക്കെട്ട് നടക്കുന്നത്. ഒരു അണ്ടർ പാസേജ് കൂടി വന്നാൽ അപ്പുറത്തേക്ക് ആ വഴി ആനകളെ കൊണ്ടുപോകാനും ആ ഭാഗത്തുള്ള ഭക്തജനങ്ങൾക്ക് വരാനും, തനിയല്ല വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രൗഡ് ഒഴിവാക്കാനൊക്കെ നമുക്ക് കഴിയും. അതിന് റെയിൽവേയുടെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും നിതാന്തമായ ഒരു ജാഗ്രതയും പ്രവർത്തനവും ഉണ്ടാവണമെന്നാണ് എൻ മീഡിയയ്ക്ക് പറയാനുള്ളത്.